നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ഓൾറെഡി ഇൻ ദിസ് ചാലഞ്ച്. അതുകൊണ്ട് തന്നെ വീഡിയോ ഒട്ടും വലിച്ചു നീട്ടാണ്ട് കാര്യത്തിലോട്ട് കിടക്കാം. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവില്ലേ, എന്തിനാണ് ഞങ്ങൾ ഈ നെർവസ് സിസ്റ്റം റീസെറ്റ് ചാലഞ്ച് ഏറ്റെടുക്കുന്നത് എന്നുള്ളത്, അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത്. നമ്മുടെ ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ടും നമ്മളതെല്ലാം പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യല്ലേ, ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ്. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു, നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര വീക്കായിട്ട് ഫീൽ ചെയ്യുന്നു. ഇനിയിപ്പം അത് മാത്രമല്ല, നമ്മുടെ ലൈഫിൽ ഒന്നും കൺസിസ്റ്റൻ്റ് ആയിരിക്കത്തില്ല, എല്ലാം ഒരു ഡിസിപ്ലിനും ഇല്ലാത്തൊരു ലൈഫായിരിക്കും. പക്ഷെ നമുക്ക് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. നമ്മൾ എന്താ വിചാരിക്കണേ, മടി കാരണമായിരിക്കും, എല്ലാത്തിലും നമ്മൾ ആ ലേസിനെസ് ആണെന്നുള്ളത് നമ്മൾ അങ്ങനെ ആക്കി തീർക്കുന്നു. പക്ഷെ അതല്ല കേട്ടോ അതിൻ്റെ യഥാർത്ഥ റീസൺ എന്ന് പറയുന്നത്. നമ്മുടെ നെർവസ് സിസ്റ്റം ഓവർലോഡഡ് ആണ്. കാരണം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സ്, ഓവർ തിങ്കിങ്, മൊബൈൽ ഫോൺ യൂസേജിൻ്റെ ഓവർ കൺസംഷൻ, ഇതെല്ലാം കൊണ്ടിട്ടാണ് നമ്മുടെ നെർവസ് സിസ്റ്റം ഓവർലോഡഡ് ആവുന്നത്. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഓട്ടത്തിലല്ലേ, ഭയങ്കര റഷാണ്, കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിലും ഫോൺ യൂസേജ് ആണെങ്കിലും എല്ലാം സ്പീഡിലാണല്ലേ. ആരും അങ്ങനെ സ്ലോ ഡൗൺ ചെയ്യാറില്ല. വളരെ കുറച്ച് പേരാണ് പതുക്കെ പതുക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാവരും ഭയങ്കര ഓട്ടത്തിലാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിന് സിഗ്നൽ പോവുകയാണ് ദാറ്റ് സ്ലോ ഡൗൺ ചെയ്യുന്നത് ഭയങ്കര എന്തോ മോശം കാര്യമാണെന്നുള്ളതാണ് നമ്മുടെ ബ്രെയിൻ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, ഇനിയിപ്പോൾ പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും നിങ്ങൾ ഭയങ്കര ഡ്രെയിൻഡ് ആയിട്ട് ഓവർവെൽംഡ് ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല, എപ്പോഴും വീക്ക് ആൻഡ് ടയേർഡായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നവും ഇല്ലേലും. ചില ടൈമിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ എത്ര ഉറങ്ങിയാൽ പോലും നിങ്ങൾക്ക് ടയേർഡാണ് രാവിലെ എണീക്കുമ്പോഴത്തേക്കും, ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ എനിക്കറിയാം, നിങ്ങൾക്കെല്ലാം ഈ ഒരു സിംറ്റംസ് ഉണ്ടായിരിക്കും. ഈ കാണുന്ന എല്ലാ ഓഡിയൻസിനും ഈ ഒരു സിംറ്റംസ് അവരുടെ ലൈഫിലുണ്ടെന്നുള്ളത് എനിക്ക് ഷുവറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു 7 ഡേ റീസെറ്റ് ചാലഞ്ച് ഏറ്റെടുക്കണം. പരിപാടി ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു 10 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്യുക, വെറുതെ ഇരിക്കുക. സിമ്പിളല്ലേ? എല്ലാവർക്കും എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടാസ്ക്കാണ്. 100, 5, 6 സ്റ്റെപ്പൊന്നും ഇല്ല ഇതിനകത്ത്. ആകെപ്പാടെ ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി എല്ലാ ദിവസവും. റൂൾസ് ഉണ്ട്. ഫോൺ ഇതിനിടയ്ക്ക് യൂസ് ചെയ്യാൻ പാടില്ല, ഒരു പരിപാടിയും പാടില്ല ഇതിനിടയ്ക്ക്. ആരോടും മിണ്ടാനും പാടില്ല, ഫോൺ യൂസ് ചെയ്യാനും പാടില്ല, വേറെ ഒരു പരിപാടിക്കും പോകണ്ട, വെറുതെ ഇരിക്കുക സൈലൻ്റായിട്ട്. ബ്രീത്തിങ് എക്സസൈസോ മെഡിറ്റേഷനോ ജേർണലിങ്ങോ ഇതിനിടയ്ക്ക് വേറെ ഒരു മ്യൂസിക്കോ ബാക്ക്ഗ്രൗണ്ട് നോയ്സോ ഒന്നും പാടില്ല. സൈലൻ്റായിട്ട് വെറുതെ 10 മിനിറ്റ് ഇരിക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലേ. അവനവന് ഇഷ്ടമുള്ള ടൈമിങ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുക. ഇന്ന ടൈമിൽ കറക്റ്റ് രാവിലെ 10 മണിക്ക് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണേൽ ഇത് ചെയ്യാം, നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ എപ്പോൾ വേണേൽ ചെയ്യാം. പക്ഷേ ഉറപ്പായിട്ടും 7 ദിവസവും സ്കിപ്പ് ചെയ്യാണ് ചെയ്തിരിക്കണം. നിങ്ങളിത് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വരുന്നൊരു കാര്യമാണ് തോട്ട്സ്. നിങ്ങൾ കണ്ണടച്ചോ കണ്ണ് തുറന്നോ എങ്ങനെ വേണേൽ ഇരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. മെഡിറ്റേഷൻ പോലെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, ബ്രീത്തിങ് ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് നിങ്ങളായിട്ട് തന്നെ ഇങ്ങനെ 10 മിനിറ്റ് വെറുതെ ഇരിക്കുക. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലോട്ട് ഒരുപാട് തോട്ട്സ് വരും. തോട്ട്സ് എന്ന് പറഞ്ഞാൽ തിരമാലകളായിരിക്കും. കാരണം നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ, വെറുതെ ഇരിക്കുകയല്ലേ, ഫോണൊന്നും കയ്യിലില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് കാര്യമാക്കണ്ട. അത് നമുക്ക് തടയാനും പറ്റില്ല, തടയേണ്ട ആവശ്യമില്ല. അതങ്ങനെ തന്നെ വിട്ടേക്ക്, അതങ്ങനെ തന്നെ പോട്ടെ. അത് വന്നെന്നും പറഞ്ഞ് അയ്യോ എനിക്ക് പറ്റുന്നില്ല എന്നും പറഞ്ഞ് നിർത്തിയിട്ടൊന്നും പോരുത്. ഇടയ്ക്ക് വെച്ചിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തിരിക്കണം. അലാറം അടിക്കുമ്പോഴേ എഴുന്നേറ്റ് പോകാൻ പാടുള്ളൂ കേട്ടോ. ഇതാണ് റൂൾസ്. ഇതെന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡിക്ക് സിഗ്നൽ തരികയാണ് കാം ഡൗൺ ആവുന്നത്, അല്ലെങ്കിൽ സ്ലോ ഡൗൺ ആവുന്നത് നമ്മുടെ സേഫ് ആണെന്നുള്ളത്. നേരത്തെ നമ്മളിങ്ങനെ സ്പീഡ് ചെയ്യുമ്പോഴത്തേക്കും ബോഡി വിചാരിക്കുന്നത് അതാണ് നല്ലത്, കാം ഡൗൺ ആവുന്നത് എന്തോ മോശം കാര്യമാണ്, അല്ലെങ്കിൽ അൺസേഫ് ആണെന്നുള്ളത്. പക്ഷേ ഇത് ചെയ്യുന്നതിലൂടെ നമ്മൾ ആ റഷില്ല, ആ ഓട്ടം അങ്ങ് കുറച്ചിട്ട് കാമാക്കുകയാണ് നമ്മളുടെ നെർവസ് സിസ്റ്റത്തെ. കാമാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എന്താ പറയുക, നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ്. ഒരു ദിവസം ഭയങ്കര പാടായിരിക്കും, 2 ദിവസം ഭയങ്കര പാടായിരിക്കും, അങ്ങനെ 3, 4, 5, 6, 7 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി കാമാകും, നമ്മുടെ നെർവസ് സിസ്റ്റം കാമാകും. അപ്പോൾ സേഫ് ആകുന്നതും ഓക്കെ ആണെന്നുള്ളൊരു ഫീലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതുകൊണ്ടുണ്ടാവുന്ന പോസിറ്റീവ് സൈഡ്സ് ഞാൻ പറഞ്ഞുതരാം, ചേഞ്ചസ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ ഭയങ്കര ഓവർ റിയാക്റ്റീവ് ആണ് അല്ലേ. പല കാര്യങ്ങളും നമ്മൾ ഇമോഷണലി എന്താ പറയുക, നമ്മൾ ഈ ഓവർവെൽംഡ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം ഓവർലോഡഡ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഭയങ്കര റിയാക്റ്റീവ് ആയിരിക്കും. എല്ലാ കാര്യത്തിലും ഏതിനും നമ്മൾ റിയാക്ട് ചെയ്യും. അത് നമ്മളൊന്ന് കുറയ്ക്കും. നമ്മളൊന്ന് പോസ് ചെയ്തിട്ടേ നമ്മൾ പിന്നെ റിയാക്ട് ചെയ്യുള്ളൂ. അതൊരു ഫസ്റ്റ് പോയിൻ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം ഓവർലോഡഡ് ആകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്, ചെറിയ കാര്യം പോലും വലിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഭയങ്കരമായിട്ട്, അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നത്. ചെറിയൊരു കാര്യമായിരിക്കാം, പക്ഷെ നമുക്ക് ഭയങ്കര വലിയൊരു കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവും, നമ്മളത് എഫക്റ്റ് ചെയ്യും മെൻ്റലി. അത് ഇതിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കുറയും. ചെറിയ കാര്യം ചെറുതായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വലുതാണെങ്കിൽ വലുതായിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഈ ചെറിയ കാര്യത്തെ ഊതിപ്പെരിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം അങ്ങ് കുറയും. പിന്നെ നമുക്ക് ഭയങ്കര റഷ് ഉണ്ടായിരിക്കുമല്ലോ, എല്ലാ കാര്യത്തിലും വേഗം ചെയ്യാന്നുള്ള സാധനം. അതങ്ങ് കുറഞ്ഞിട്ട് കുറച്ച് സ്ലോ ആവാൻ തുടങ്ങും. നമ്മൾ കുറച്ചും കൂടെ സ്ലോ ഫേസിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും കേട്ടോ. എന്ന് വെച്ചിട്ട് നമ്മളെല്ലാത്തിലും പുറകോട്ട് വലിയുന്നല്ല, അല്ലെങ്കിൽ പതുക്കെ ചെയ്ത് പൊട്ടത്തരം കാണിക്കുന്നല്ല കേട്ടോ. നമ്മൾ ഭയങ്കര വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം നമ്മൾ റഷ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതങ്ങ് മാറി കിട്ടും.
പിന്നെ നമ്മൾ കുറേ കൂടി കാമറാവും, കോൺവെർസേഷൻസിലൊക്കെ കുറച്ചുകൂടെ പ്രസൻ്റ് ആവും, അറ്റൻറ്റീവ് ആവും, അറ്റൻഷൻ സ്പാൻ നല്ലപോലെ കൂടി കിട്ടും, നമ്മുടെ ബ്രെയിന് നല്ല ക്ലാരിറ്റി കിട്ടും. എന്താ പറയുക, ബ്രെയിൻ പിന്നെയും ഉണർന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങും നല്ല രീതിയിൽ. നമുക്ക് ഭയങ്കര മെമ്മറി ഇഷ്യൂസ് ഒക്കെ കാണുമല്ലോ, അതൊക്കെ ഒന്ന് ക്ലിയറായി ആ കൺഫ്യൂഷനൊക്കെ അങ്ങ് മാറിക്കിട്ടും, ആ ബ്രെയിൻ ഫോക്ക് ഒക്കെ അങ്ങോട്ട് മാറിക്കിട്ടും. അപ്പോൾ ഒരു എക്സ്ക്യൂസും ഇല്ല. ഇന്ന് തൊട്ട് 7 ദിവസത്തേക്ക് നിങ്ങൾ ഈ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവർ ഐ ആം സ്റ്റാർട്ടിങ് ടുഡേ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. എന്നിട്ട് 7 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു വരണം. എന്നിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട്സ് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.